മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ, കർമ്മങ്ങളെ എനിക്ക് അറിയിച്ചു തരണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവരിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്, ഏറ്റവും നല്ല കറകളഞ്ഞ തൗഹീദിന്റെ വക്താവാകണം. രണ്ടാമതായി കൊണ്ട് പറയുന്നത് നീ നിസ്കാരത്തെ നിലനിർത്തണം. മൂന്നാമതായി കൊണ്ട് മനുഷ്യനോട് പറയുന്നത് സക്കാത്ത് നീ കൊടുത്തു വിട്ടണം. നാലാമതായി കൊണ്ട് മനുഷ്യനോട് പറയുന്നത് കുടുംബ ബന്ധമുള്ളവരോട് നീ ആ ബന്ധം സ്ഥാപിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും നല്ല കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായിക്കൊണ്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും, എന്തെല്ലാം തരത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും ഞാൻ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു വഹദാനിയത്തിന്റെ പാശത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ജീവിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. നിസ്കാരത്തെ കൃത്യമായി ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നിസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ സക്കാത്തുകളെ അത് കൊടുത്തു വീട്ടിക്കൊണ്ട് നമ്മുടെ കുടുംബക്കാരോടും അയൽക്കാരോടും ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കഴിയേണ്ടത്.